എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 7 ശനി, കൊല്ലവർഷം 1201, കുംഭം 23. ഇന്നത്തെ പൊതുവായ നക്ഷത്രഫലം നമുക്ക് നോക്കാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. കാര്യവിജയം, മത്സരവിജയം, അംഗീകാരം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ഉത്സാഹം പ്രകടിപ്പിക്കും. പുതിയ പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന ദിവസമാണ്. ഇടവക്കൂറ്, കാർത്തിക ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തിക കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകുമെങ്കിലും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. മിഥുനക്കൂറ്, മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക നേട്ടങ്ങളിൽ നല്ല അവസരം വന്നുചേരും. യാത്രകൾ ഗുണകരമാകും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ പ്രോജക്റ്റുകളിൽ വിജയം പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറ്, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. മാനസിക സമ്മർദ്ദത്തിന് സാധ്യതയുണ്ടെങ്കിലും പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. പ്രയത്നങ്ങൾക്ക് ഉചിതമായ ഫലം ലഭിക്കും. ലാഭവിഹിതം വർദ്ധിക്കും. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ആരോഗ്യം മികച്ചതായിരിക്കും. ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യും. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ്. കന്നിക്കൂറ്, ഉത്രം ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. വിശ്രമവേളകൾ ആസ്വദിക്കാൻ സാധിക്കും. തൊഴിൽ രഹിതർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. പഴയ സുഹൃത്തുക്കളെ കാണാനിടവരും. തുലാക്കൂറ്, ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബാംഗങ്ങളുമായി ചേർന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമായ സമയമാണ്. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും വൈകുന്നേരത്തോടെ അവ പരിഹരിക്കപ്പെടും. സാമ്പത്തിക ഇടപെടലുകളിൽ ജാഗ്രത പാലിക്കുക. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നല്ല ദിവസമാണ്. അംഗീകാരങ്ങൾ തേടിയെത്തും. ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യതയുണ്ട്. മകരക്കൂറ്, ഉത്രാടം ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ദിവസമായിരിക്കും. സർക്കാർ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. കുംഭക്കൂറ്, അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. മീനക്കൂറ്, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. അഷ്ടമചന്ദ്രന്റെ സ്വാധീനമുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിലും യാത്രകളും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം തേടുക. ഇത് പൊതുവായ നക്ഷത്രഫലം മാത്രമാണ്. വ്യക്തിപരമായ ജാതകങ്ങളിലെ ഗ്രഹനിലകൾ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം. പ്രതിവിധി: ശനിയാഴ്ചയായതിനാൽ ശാസ്താവിനെയോ ഹനുമാനെയോ ആരാധിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടാതെ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.